ഓസ്ട്രേലിയൻ വിസ ലഭിക്കാത്തതിനാൽ നടൻ മോഹൻലാലിന്റെ സിഡ്നി ഷോ മാറ്റിവെച്ചു. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ലാൽ ഒഴികെയുള്ള താരങ്ങൾ ഓസ്ട്രേലിയയിലെത്തി. സങ്കടകരമായ അവസ്ഥയെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ടവരെ, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഗ്രീഫ്. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് ഞാൻ ഏതാണ്ട് 50 വർഷത്തോളമായി സിനിമയിൽ വന്നിട്ട് ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. ഈ വർഷം തന്നെ ഞാനിപ്പോൾ US ചെയ്തിട്ടുണ്ട്, ജർമ്മനി ചെയ്തിട്ടുണ്ട്, UK ചെയ്തിട്ടുണ്ട്, അയർലൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും, കേസ് ചിത്ര അടക്കമുള്ള എല്ലാവരും അവിടെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, സംഹൗ ഇറ്റ് ഹാപ്പൻ. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇറ്റ് കറ്റ് ബി എ ടെക്നിക്കൽ ഓർ എ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഐ എം ടേക്കിംഗ് ഓൾ ദ ക്ലെയിം ഓൺ മീ. എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് വരാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഇതിനുവേണ്ടി ഒരു ഹ്യൂമൻലി, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ വിധത്തിലും എല്ലാവരും പ്രവർത്തിച്ചു. എസ്പെഷ്യലി വിമൽ, കായൽ ഇവൻസിലെ വിമൽ, അതിൻ്റെ കൂടെയുള്ള ഓഫീസ്, എല്ലാവരും വി ട്രൈഡ് അവർ ബെസ്റ്റ്. എനിവേ, അതിപ്പോൾ സംഭവിക്കുന്നില്ല. അത് എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഐ എം വെരി സോറി. എത്രയോ ദൂരെ നിന്ന് ഡ്രൈവ് ചെയ്തും അല്ലാതെയൊക്കെ ഈ ഷോ കാണാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. And I promise something, that we will come back with the same team and we'll do a wonderful show in front of you. Same കായൽ ഇവൻസിൽ തന്നെ വിമലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഷോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഡേറ്റ് എനിക്കറിയില്ല. ഇറ്റ് ഓൾ അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ സ്റ്റേജ് ആൻഡ് ദ പ്രിമിസസിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ്. ഐ എം സോ സോറി. ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. റിയലി സോറി and I am helpless. Please accept my apologies. കൂടുതൽ വിവരങ്ങൾ ഷീന മാർട്ടിൻ നൽകും. ഷീന, ഈ ഷോയ്ക്കായി ലാൽ ഒഴികെയുള്ള താരങ്ങളെല്ലാം ഓസ്ട്രേലിയയിൽ എത്തി. പക്ഷേ മോഹൻലാലിന് മാത്രം എന്താണ് വിസ ലഭിക്കാതെ പോയത്? ഓസ്ട്രേലിയയിൽ ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിസകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിന് ചില തടസ്സങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല ബോളിവുഡ് താരങ്ങൾക്കും ഇതിനു മുൻപും ഇത്തരത്തിൽ വിസ കിട്ടാത്ത ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. കായൽ ഇവൻസിന്റെ പരിപാടിയായിരുന്നു ഓസ്ട്രേലിയയിലെ നോർവെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ ഇന്നായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത്. ചിത്രയും അതേപോലെ തന്നെ മനോജ് കേജനും അജു വർഗീസും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു, ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു. പക്ഷേ മോഹൻലാലിന് മാത്രം വിസ ലഭ്യമായില്ല എന്നുള്ളതാണ്. കായൽ ഇവൻസിന്റെ പരിപാടിക്കായി പലതവണ ഇവർ വിസയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും വിസ റിജക്റ്റ് ആവുകയായിരുന്നു. ഇന്നലെ വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് വിസ റിജക്റ്റ് ആയി എന്നുള്ളത് അറിഞ്ഞത് എന്നാണ്. അപ്പോൾ ഒരു ക്ഷമാപണ വീഡിയോ ആണ് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ മോഹൻലാൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റൊരു ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ പരിപാടി മാറ്റിവെച്ചിട്ടുള്ളത്. പരിപാടി ക്യാൻസൽ ചെയ്തിട്ടില്ല. നിരവധി പേരാണ് ഈ ടിക്കറ്റ് എടുത്ത് ഈ പരിപാടിക്കായി കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പരിപാടി ക്യാൻസൽ ചെയ്യാനാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി മോഹൻലാൽ സിംഗപ്പൂരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരിപാടിക്ക് വേണ്ടി ഏത് സമയത്തും വിസ കിട്ടിയാൽ പോകാനുള്ള തയ്യാറെടുപ്പുകളുമായി സിംഗപ്പൂർ ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷമാണ് അറിയുന്നത് വിസ ലഭ്യമായില്ല എന്നുള്ളത്. ദിവ്യ, അല്ല, ഇതിൽ ഇപ്പോൾ ഈ ഷോ പിന്നീട് എന്നത്തേക്ക് മാറ്റിവെച്ചോ എന്ന സംബന്ധിച്ചും വിവരമില്ല അല്ലേ? ഇനിയിപ്പോൾ വിസ ലഭിച്ചാലേ അത് സംബന്ധിച്ചുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ നടക്കുകയുള്ളൂ എന്നാണോ ഷീന? അത് തന്നെയാണ്. അതായത് പരിപാടിയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇല്ലാതെ ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് കായൽ ഇവൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം പരിപാടി നടത്തണമെങ്കിൽ വിസ ലഭ്യമാകണം. വിസ ലഭ്യമാകുന്നത് മുറയ്ക്കായിരിക്കും പരിപാടി നടത്തുക. അപ്പോഴായിരിക്കും പരിപാടിയുടെ പുതിയ തീയതി പ്രഖ്യാപിക്കുക.
ശരി. എന്തായാലും ഓസ്ട്രേലിയൻ വിസ ലഭിക്കാത്തതിനെ തുടർന്നാണ് നടൻ മോഹൻലാലിന്റെ സിഡ്നി ഷോ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താരങ്ങൾ എല്ലാവരും ഓസ്ട്രേലിയയിൽ എത്തിയിരുന്നു. ലാൽ ഒഴികെയുള്ള മറ്റു താരങ്ങൾ, അജു വർഗീസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ, KS ചിത്ര ഉൾപ്പെടെയുള്ള വലിയൊരു താരനിര തന്നെയായിരുന്നു ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പരിപാടി ഷോ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. അവരെല്ലാവരും അവിടെ എത്തി, പക്ഷേ മോഹൻലാലിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. മോഹൻലാൽ ആയിരുന്നു ഇതിന്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ്, ഈ ഷോയുടെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിരവധി പേർ ടിക്കറ്റ് എടുത്ത് ആ ഷോയ്ക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിന് വിസ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി അദ്ദേഹം സിംഗപ്പൂരിൽ തുടരുകയായിരുന്നു. അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള അപ്പോളജി അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അദ്ദേഹം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിഡ്നി ഷോ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്, മറ്റൊരു ദിവസത്തേക്കാണ്. പക്ഷെ അത് എന്നത്തേക്കാണ് എന്നെ സംബന്ധിച്ചൊന്നും വിവരങ്ങളില്ല. കാരണം ഇനിയിപ്പോൾ വിസ ലഭിക്കണം. വിസ ലഭിച്ചു കഴിഞ്ഞ് മറ്റു താരങ്ങളുടെയൊക്കെ സൗകര്യം കണക്കിലെടുത്ത് മാത്രമായി ഷോ നടത്തുക. എന്തായാലും ഇത് വളരെ സങ്കടകരമായ അവസ്ഥയെന്നാണ് മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്.